പൈനാവിൽ നടന്ന ഒരു ദാരുണമായ ഒരു സംഭവമാണ്. പൈനാവിൽ മരുമകൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന അന്നക്കുട്ടി മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്ന് പുലർച്ചെയാണ് അന്ത്യം. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ മരുമകൻ സന്തോഷ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ മാസം 5-നാണ് ഈ മരുമകന്റെ ആക്രമണത്തിന് അന്നക്കുട്ടിക്കും അന്നക്കുട്ടിയുടെ മകന്റെ കുഞ്ഞിനും 2 വയസ്സുള്ള കുഞ്ഞിനും ഗുരുതരമായി പൊള്ളലേറ്റത്. ചികിത്സയിലിരിക്കെയാണ് മരണം. പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും വിശദാംശങ്ങളുമായി. പ്രിൻസ്, ഈ സംഭവം നടന്നത് ഈ മാസം 5-നാണ്. ദിവസങ്ങളോളം മരണത്തോട് മല്ലടിച്ച് കിടക്കുകയായിരുന്നു അന്നക്കുട്ടി. ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം അറിയേണ്ടത് ആ കുഞ്ഞിന്റെ ആരോഗ്യനിലയാണ്. ആ കുഞ്ഞിന്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് പ്രിൻസ്? കഴിഞ്ഞ ജൂൺ 5-നാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. വീട്ടുമുറ്റത്തിരിക്കുകയായിരുന്ന അന്നക്കുട്ടിയുടെയും കൊച്ചുമകളുടെയും ദേഹത്തേക്ക് ഈ അന്നക്കുട്ടിയുടെ മകളുടെ ഭർത്താവായ സന്തോഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരെത്തി ഇവരെ രക്ഷാപ്രവർത്തനം നടത്തുകയും ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ആദ്യം പ്രവേശിപ്പിക്കുകയും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുകയും ആണ് ചെയ്തത്. അന്നക്കുട്ടിയുടെ ദേഹത്ത് 30%-ലധികം പൊള്ളലേറ്റിരുന്നു. അപ്പം ഈ കുട്ടിയുടെ 2 വയസ്സുകാരിയ കുട്ടിക്ക് 15%-ഓളം പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി അന്ന് നമുക്ക് അധികൃതർക്ക് നൽകിയ വിവരം. എന്തായാലും കുട്ടിയും ചികിത്സയിൽ തുടരുക തന്നെയാണ്. വലിയ കുട്ടി അപകടനില തരണം ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ പുലർച്ചെ ഈ അന്നക്കുട്ടിയുടെ മരണം സംഭവിക്കുകയായിരുന്നു. കുടുംബ വഴക്കിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറുന്നത്. ഈ അന്നക്കുട്ടിയുടെ മകളുടെ ഭർത്താവാണ് സന്തോഷ് മകളും തമ്മിൽ വിവാഹം മോചനത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനുള്ള ഒരു പ്രതികാരം ഉണ്ടാവുകയും ഇതേ തുടർന്നാണ് ഇയാൾ അത്തരത്തിലൊരു ആക്രമണം നടത്തുകയും ചെയ്തത്. അന്നക്കുട്ടിയെയും ഈ കുഞ്ഞും വീട് പുറത്തിരിക്കുന്ന സമയത്ത് ഇയാൾ ഇവിടേക്ക് വരികയും ഈ വിഷയം സംസാരിക്കുന്നതിനായി ഇവിടേക്ക് വരികയും ഈ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഇവരുടെ ദേഹത്തേക്ക് ഒഴിച്ച് അന്നക്കുട്ടിയുടെ ദേഹത്തേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നു. തുടർന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ട സന്തോഷ് പിന്നീട് തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇയാൾ രാത്രിയിൽ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ തിരികെ എത്തുകയും ഇവരുടെ അന്നക്കുട്ടി താമസിച്ചുകൊണ്ടിരുന്ന അന്നക്കുട്ടിയുടെ വീടും ഒപ്പം ഇളയ മകൻ താമസിച്ചുകൊണ്ടിരുന്ന വീടും അഗ്നിക്കിരയാക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായി. പിന്നീട് ഇയാൾ വീണ്ടും തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനോട് അതിർത്തി മേഖലയായ ബോഡിമെട്ടിൽ വെച്ച് പോലീസ് പിടിയിടുകയായിരുന്നു. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഇയാളെ വാങ്ങിയിട്ടുണ്ട്. അപ്പം തെളിവെടുപ്പിനായൊക്കെ ഇന്നേക്ക് കൊണ്ടുവരും എന്നൊരു വിവരമായിരുന്നു നൽകിയതെങ്കിൽ പോലും ഇന്ന് അന്നക്കുട്ടിയുടെ മരണം അടക്കുന്ന സാഹചര്യം ഉണ്ടായ സാഹചര്യത്തിൽ ചിലപ്പോൾ തെളിവെടുപ്പൊക്കെ അടുത്ത ദിവസത്തേക്ക് കൂടുതൽ തെളിവെടുപ്പ് അടുത്ത ദിവസത്തേക്ക് മാറ്റുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ ഒരു സംഭവമാണ് ഇത്തരത്തിലൊരു ദാരുണമായ മരണത്തിലേക്ക് കലാശിച്ചത്. വയോധികയുടെ മരണത്തിൽ സംഭവിച്ചത്. ഒപ്പം അതാണ് ഈ കുടുംബ വഴക്കിനെ തുടർന്ന് പല കുടുംബങ്ങളിലും പല വീടുകളിലും ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഭാര്യയോടുള്ള വിരോധത്തിൽ ഭാര്യ മാതാവിനെ ക്രൂരമായി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുന്ന സംഭവം. പ്രിൻസ്, ഇവിടെ തുടക്കത്തിൽ പുറത്തു വന്ന വിവരം വിദേശത്തുള്ള ഭാര്യയുടെ ശമ്പളം കൃത്യമായും തനിക്ക് ലഭിക്കാത്തതിന്റെ പൂർണ്ണമായും ലഭിക്കാത്തതിന്റെ വിരോധത്തിൽ ഭാര്യ മാതാവിനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നായിരുന്നല്ലോ പുറത്തു വന്ന വിവരങ്ങൾ. അതുതന്നെയാണോ ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? ഈ പ്രതിയെ സന്തോഷിനെ ചോദ്യം ചെയ്തതിൽ നിന്നും എന്താണ് ലഭ്യമായിരിക്കുന്നത്? ടോം, തീർച്ചയായും ഭാര്യ വിദേശത്തേക്ക് ജോലിക്ക് പോയതിനു ശേഷം അതിന് മുൻപുമായ കുറെ പ്രശ്നങ്ങൾ ഇരുവരും തമ്മിലുണ്ടാവുകയും തുടർന്ന് ഈ ശമ്പളം അടക്കമുള്ള കാര്യങ്ങളിലോ തർക്കമുണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഇത്തരത്തിലൊരു വിഷയം കൂടുതൽ വഷളാവുകയും ഇവർ വിവാഹമോചനം എന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ നീങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഒപ്പം ഈ സംഭവം ചോദ്യം ചെയ്യാനും ഒക്കെ ആയിട്ടാണ് കഴിഞ്ഞ ദിവസം സന്തോഷ് ഈ അന്നക്കുട്ടിയുടെ വീട്ടിലെത്തുന്നത്. തുടർന്ന് രണ്ടാമതും എത്തിയിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും വകവരുത്തുക എന്നൊരു ഉദ്ദേശവും ഇയാൾക്കുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ഈ രാത്രിയിൽ പുലർച്ചെ സമയത്താണ് ഇയാൾ ഈ 2 വീടുകളുടെയും, അതായത് അന്നക്കുട്ടിയും മൂത്ത മകനും താമസിക്കുന്ന വീടിന്റെ നേരെയും ഒപ്പം ഇളയ മകൻ താമസിക്കുന്ന വീടിന് നേരെയും ആക്രമണം നടത്തുകയും 2 വീടും തികത്തിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. അയാൾ അന്ന് കരുതിയിരുന്നത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഈ അന്നക്കുട്ടിയും കൊച്ചുമകളും അടക്കമുള്ളവർ വീട്ടിലേക്ക് തിരികെ എത്തി എന്ന ഒരു ധാരണയിലാണ് അന്ന് ആക്രമണം നടത്തിയത്. എന്നാൽ ഇവർ വീട്ടിലുണ്ടായിരുന്നില്ല, അവർ ആശുപത്രിയിൽ തന്നെ തുടരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ ദുരന്തത്തിലേക്ക് നീങ്ങിയില്ല. അല്ലായിരുന്നെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്ക് കലാശിക്കുകയായിരുന്നു പോലീസിനെ തീരുമാനം. കാരണം എല്ലാവരെയും വകവരുത്തുക, കാരണം തന്റെ ചെൽപ്പടിക്ക് തീർക്കുന്നില്ല എന്ന് കണ്ട് എല്ലാവരെയും വകവരുത്തുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് ഇയാൾ രണ്ടാമതും ആക്രമണം നടത്തിയത്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിലേക്ക് കടന്ന് അതിനുശേഷം തിരികെ എത്തി രാത്രിയിൽ പുലർച്ചെ അതിരാവിലെ എന്ന രീതിയിലേക്ക് പൈനാവിലുള്ള വീട്ടിലേക്ക് തിരികെ എത്തി ആ സമയത്ത് പെട്രോൾ ഒഴിച്ച് ഈ 2 വീടുകളിലേക്കും ആക്രമണം നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അന്ന് അതായത് ഈ വീട്ടുകാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ ദുരിതത്തിലേക്ക് കലാശിക്കുന്നത്. കാരണം എല്ലാവരും ഉറക്കമാകുന്ന സമയത്തൊക്കെ
ആക്രമണം നടന്നാൽ തന്നെ തീ കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ വലിയ ദുരന്തത്തിലേക്ക് കലാശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമായിരുന്നെങ്കിലും അന്ന് അവർ ആശുപത്രിയിലായിരുന്നതിനാൽ തന്നെ വലിയ ദുരന്തത്തിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അതായത് ഒരു കൂട്ടക്കുരുതി തന്നെയാണ് ഈ പ്രതി സന്തോഷ് ലക്ഷ്യമിട്ടത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. കാരണം ആദ്യം പെട്രോൾ ഒഴിച്ച് വീടിന് തീ കൊളുത്തുന്നു, ഭാര്യ മാതാവും ഒരു കുഞ്ഞും ഗുരുതരാവസ്ഥയിലാകുന്നു. അവർ ആശുപത്രിയിലായിരിക്കുന്ന അതേ സമയത്ത് തന്നെ വീണ്ടും 2 വീടുകൾക്ക് തീ കൊളുത്തുന്നു. അതായത് ഒരാളെ കൊലപ്പെടുത്തുകയല്ല, ഒരു കൂട്ടക്കുരുതി തന്നെയല്ലേ പ്രതി ലക്ഷ്യമിട്ടത്. ടോം, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ആദ്യം ജൂൺ 5-നാണ് ഈ സംഭവം. വീടുമുറ്റത്തിരിക്കുന്ന അന്നക്കുട്ടിയുടെയും ഈ കൊച്ചുമകളുടെയും ദേഹത്തേക്ക് ഇയാൾ പെട്രോൾ ഒഴിക്കുകയും തീ കത്തിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് ഇയാൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു, പിന്നീട് തമിഴ്നാട്ടിലേക്ക് പോകുന്നു. ദിവസങ്ങൾക്ക് ശേഷമാണ് ഇയാൾ ഇവിടെ മടങ്ങിയെത്തുന്നത്. അയാളുടെ ധാരണ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം ഇവർ തിരികെ എത്തിയിട്ടുണ്ടാവും എന്ന് തന്നെയായിരുന്നു. അങ്ങനെ ആ ധാരണയിൽ ഇയാൾ തിരികെ എത്തി വീണ്ടും ഈ 2 വീടും രാത്രിയിലെ മറവിൽ കത്തിച്ച് അവിടെ ഉണ്ടായിരുന്നവരെ അവഹരിക്കുക എന്ന് തന്നെയാണ് ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നത്. എന്തായാലും അന്ന് ഭാഗ്യം കൊണ്ട് ആശുപത്രിയിലായിരുന്നതിനാൽ തന്നെയാണ് വലിയ ഒരു ദുരന്തം അവിടെ സംഭവിക്കാതിരുന്നത്. എല്ലാവരെയും വകവരുത്തുക എന്നൊരു ഉദ്ദേശം തന്നെയായിരുന്നു എന്നാണ് പോലീസ് പ്രാഥമികമായി അന്ന് ഈ സന്തോഷിനെ പിടികൂടിയ സമയത്ത് തന്നെ വ്യക്തമാക്കിയത്. ഉടനെ ഇന്ന് കഴിഞ്ഞ ദിവസം പുള്ളി ഈ സന്തോഷിനെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങൾ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കും. കൂടുതൽ വിവരങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒപ്പം ഈ കുടുംബവുമായി ഇത്രമാത്രം വലിയ എല്ലാവരെയും വകവരുത്തുക എന്ന രീതിയിലേക്കുള്ള ഒരു ധാരണയിലേക്ക് ഇയാൾ എത്തുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ കൂടി കൂടുതൽ പോലീസ് പരിശോധിച്ച് കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാകുമെന്നാണ് കരുതുന്നത്. ജോൺ, പ്രതി, ഇപ്പോൾ നിലവിൽ വീണ്ടും പോലീസ് ഈ സന്തോഷിനെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. കൂടുതൽ ആളുകളുടെ മൊഴി എടുത്തിട്ടുണ്ടോ? കാരണം ഈ സന്തോഷിന്റെ ഭാര്യ, വിദേശത്തുള്ള ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തണം. അവർ നാട്ടിലെത്തിയിട്ടുണ്ടോ? ഈ മറ്റു കുടുംബാംഗങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ കുടുംബ പ്രശ്നത്തിന്റെ കാരണം എന്താണെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ടോ പ്രിൻസ്? ടോം, ഈ സംഭവം നടന്നുകൊണ്ട് തന്നെ നാട്ടുകാർ ഓടിക്കൂടിയാണ് ഈ രക്ഷാപ്രവർത്തനമൊക്കെ നടന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം സന്തോഷ് പോലീസ് കസ്റ്റഡിയിലാണ്. ഇന്ന് ഈ സംഭവ സ്ഥലങ്ങളിൽ, അതായത് ആക്രമണം നടന്ന വീടുകളിലെത്തിച്ച് തെളിവെടുപ്പിനായി തെളിവെടുപ്പ് നടത്താൻ പോലീസിക്കുന്നതാണ്. എന്നാൽ അന്നക്കുട്ടിയുടെ ഒരു മരണം സംഭവിച്ച സാഹചര്യത്തിൽ അത് അടുത്ത ദിവസത്തേക്ക് മാറുന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പം ഈ അന്നക്കുട്ടിയുടെ മകളും ഈ സന്തോഷം തമ്മിൽ പരസ്യം പലതവണയായി മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഇയാളുടെ കുറിച്ച് ഇത്തരം നടപടികൾ, ആക്രമണ സ്വഭാവങ്ങളൊക്കെ മുൻപും ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ വിദേശത്തേക്ക് ജോലിക്ക് പോയൊരു സാഹചര്യത്തിൽ പോലും വലിയ ക്രൂരമായ ഇടപെടലുകൾ ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. പൂർണ്ണമായ ശമ്പളം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തണമെന്ന് പറയുന്നു. തുടർന്ന് വീട്ടുകാരെയുമൊക്കെ, ഈ ഭാര്യയുടെ വീട്ടുകാരെയൊക്കെ പതിവായി ഉപദ്രവിക്കും, അല്ലെങ്കിൽ അവർക്കെതിരെ പല വിദ്വേഷ ചർച്ചകൾ നടത്തുകയും ചെയ്യുന്ന രീതിയൊക്കെ ഇയാൾക്കുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇത്തരത്തിലൊരു വലിയ ഒരു കുറ്റകൃത്യത്തിലേക്ക് നീങ്ങാൻ ഇടയാക്കിയത്. അപ്പം ഇയാളുടെ നിരന്തരമായ ശല്യം സഹിക്കവയ്യാതെയാണ് ഈ കുടുംബം ഇയാളിൽ നിന്നും വിവാഹമോചനത്തിലേക്കുള്ള ഘട്ടത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. അത് കൂടി ചോദ്യം ചെയ്യാനാണ് കഴിഞ്ഞ ദിവസം ഇയാൾ വീട്ടിലെത്തുകയും ആക്രമണം നടത്തുകയും ചെയ്തത്. എന്തായാലും കരുതിക്കൂട്ടി തന്നെയാണ് അന്നും അയാൾ ആദ്യ ദിവസം തന്നെ ഇയാൾ വീട്ടിലേക്ക് എത്തിയത്. അന്ന് കരുതിക്കൂട്ടി ഇയാൾ വീട്ടിലെത്തുകയും അന്നക്കുട്ടിയെ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ തന്നെ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഇവരുടെ ദേഹത്തിലേക്ക് ഒഴിക്കുകയായിരുന്നു. അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും എത്തി എല്ലാവരെയും, അതായത് ഈ ഭാര്യയുടെ സഹോദരന്മാരടക്കമുള്ളവരെ എല്ലാം വകവരുത്തുക എന്ന ലക്ഷ്യത്തിലേക്കായിരുന്നു ഇയാൾ എത്തിയിരുന്നത്. എന്തായാലും അന്ന് വലിയ ദുരന്തത്തിൽ നിന്ന് ഈ കുടുംബം രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞതിനിടെ അന്നക്കുട്ടിയുടെ മരണം സംഭവിച്ചത് കാരണം സംഭവം കൂടി കഴിഞ്ഞ പുലർച്ചെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഈ കുട്ടി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് കേട്ടോ. വ്യക്തമാണ്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി പൈനാവിൽ മരുമകൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന അന്നക്കുട്ടി രാവിലെയാണ് മരിച്ചത്. ഇവർക്കൊപ്പം ഗുരുതരമായി പൊള്ളലേറ്റ മകന്റെ 2 വയസ്സുള്ള കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. തൃശൂർ